തീർച്ചയായിട്ടും അദ്ദേഹം വിധേയത്തിൽ കമ്മീഷനിലാണ് ആരംഭിക്കുന്നത്. വിധേയത്തിൽ കമ്മീഷൻ വെച്ചൊരു ചർച്ച വെക്ക്. അതിൽ തലശ്ശേരി കലാപത്തിൽ CPM-ന്റെ പങ്ക് എത്ര എന്നുള്ളതും അതും വിധേയത്തിൽ കമ്മീഷനുണ്ട്. രണ്ട് സമുദായത്തെ തമ്മിൽ അടുപ്പിച്ച് രണ്ട് ആട്ടിൻമുട്ടങ്ങളെ എന്താണ് തമ്മിൽ മുട്ടിച്ച കഥ തൊട്ട് പലതും ആ വിധേയത്തിൽ കമ്മീഷനിൽ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് മറ്റൊരിക്കലും ചർച്ചക്കെടുക്കാം. ഇവിടെ സുരേഷ് ഗോപിയുടെ വിഷയത്തിൽ ഞാൻ എന്താ പറഞ്ഞത്, നേരെ ഈ സന്ദീപ് വാര്യർ എന്താണ് ഇന്നെ അഭിനന്ദിക്കുക, ഇന്നെന്തിനാ അഭിനന്ദിക്കുക, നിങ്ങൾ അഭിനന്ദനം ആർക്ക് വേണം? ഞാനവിടെ സുരേഷ് ഗോപി പരാജയപ്പെടണം എന്ന് ആഗ്രഹിച്ചോനാ, സുനിൽ കുമാർ വിജയിച്ചാലും. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ എൻ്റെ നയം. മറിച്ച് പ്രകാശ് ജാവ്ദേക്കറും EP ജയരാജനും തൃശ്ശൂർ നഗരസഭാ മേയറും തൃശ്ശൂർ ജില്ലാ പോലീസ് മേധാവിയും ഒരുമിച്ച് നിന്ന് കളിച്ച നാടകമാണത്. സുരേഷ് ഗോപിനെ പ്രഗത്ഭരാക്കുക, സുരേഷ് ഗോപിൻ്റെ പിന്നിലേക്ക് എല്ലാവർക്കും സുരേഷ് ഗോപിനോട് ഒരു അനുരാഗം ഉണ്ടാകുന്ന രീതിയിൽ, ഒരു സഹതാപം ഉണ്ടാകുന്ന രീതിയിൽ ഒരു കൂട്ടാക്രമണം നടത്തുക, മുരളീധരനെ അപ്രസക്തമാക്കുക. കേരളം ഇതുവരെ പരീക്ഷിക്കാത്ത ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണത്. ആ സ്ട്രാറ്റജിയെ തുറന്നു കാണിച്ചത്. അതിനർത്ഥം സുരേഷ് ഗോപി ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ ഈ CPM-മാർ ഛർദ്ദിച്ചത് വാരി തിന്നാൻ നാണമില്ലേ സന്ദീപ് വാര്യർ? നിങ്ങൾക്ക് ഒരു ആഗ്യ സോഫിയൻ്റെ കഥ ഇവിടെ പറഞ്ഞല്ലോ. കുറേ കാലമായി അതുപോലെ ഇങ്ങനെ ഓടി നടക്കുന്നത്. ആഗ്യ സോഫിയൻ്റെ പള്ളി ഒഴിവുണ്ട്, പോയി ചരിത്രം പഠിക്കുക. ഉറുദുഖാനല്ല അത് എഴുത്. അവിടെ ഒരു സുപ്രീം കോടതിയുണ്ട്. 940 വരെ 600ഓളം 1000 ചില്ലാനം വർഷം അത് മുസ്ലിങ്ങളുടെ പള്ളിയാണ്. അതിനു മുമ്പ് അത് ക്രിസ്ത്യാനി പള്ളിയായിരുന്നു. ക്രിസ്ത്യാനികളിൽ നിന്ന് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയതിൻ്റെ എഗ്രിമെൻ്റ് ആണ് ഇസ്താംബൂളിലെ എന്താണ് തുർക്കിയിലെ സുപ്രീം കോടതിയിലുള്ളത്. അങ്ങനെ വാങ്ങി ആയിരക്കണക്കിന് കൊല്ലം നിസ്കരിച്ചു വരുന്ന പള്ളി ആർക്കും ആക്ഷേപമില്ല. ക്രിസ്ത്യാനികൾ അങ്ങനെ വില കൊടുത്ത് എന്താണ് വിറ്റതാണ്. അത് കഴിഞ്ഞ് അവിടെ കമാൽ പാഷയുടെ ഭരണം വന്നു, ഒരു നാസ്തികന്റെ ഭരണം. ആ നാസ്തികന്റെ ഭരണത്തിൽ ഒരുപാട് ക്രിസ്ത്യൻ ദേവാലയങ്ങളും മുസ്ലിം ദേവാലയങ്ങളും അടച്ചുപൂട്ടി മ്യൂസിയമാക്കി മാറ്റി. ആ മ്യൂസിയമാക്കി മാറ്റിയ 940കളുടെ നടപടിക്കെതിരെ കേസ് വന്നു. 100 കൊല്ലമാണ് അതിൻ്റെ രേഖകൾ ഇസ്താംബുൾ സുപ്രീം കോടതി പരിശോധിച്ചത്. എന്നിട്ട് മ്യൂസിയമാക്കിയ നടപടിയെ എന്താക്കി? മ്യൂസിയമാക്കി മാറ്റാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് പള്ളിയാക്കിയതാ. അല്ലെ, ക്രിസ്ത്യൻ പള്ളി എടുത്തിട്ട് മുസ്ലിം ആക്കിയില്ല. ഇതാദ്യം പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ഒന്ന് കോറിയിട്ടു. പിന്നെ കോടിയേരി ബാലകൃഷ്ണൻ ഏറ്റുപിടിച്ചു. അതിപ്പം സന്ദീപ് വാര്യർ യാതൊരു നാണമില്ലാതെ അത് വാരി തിന്നാണ് അല്ലേ? അതിൻ്റെ യാഥാർത്ഥ്യം സാദിഖലി തങ്ങൾ എഴുതി എന്താണെന്നുള്ള ഇരുന്ന് സൗകര്യപൂർവ്വങ്ങൾ പഠിക്കി. പിന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, മറ്റൊരു കഥ കൂടി ഇവിടെ പറഞ്ഞല്ലോ, അനിൽകുമാർ ഇവിടെ കേരളത്തിൽ നിങ്ങൾ ചെയ്ത് കൂട്ടിയതൊക്കെ BJPക്ക് അനുകൂലമായ അവസ്ഥയിലേക്ക് മാറ്റിമറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ? ഞാൻ നോക്കൂ, ഈ കേരളം അല്ലാതെ വേറെ എന്താ നിങ്ങൾക്കുള്ളത്? ഇന്ത്യ നിങ്ങളെ ഭൂപടത്തിലുണ്ടോ? നിങ്ങളെ മുഖ്യമന്ത്രി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ പോയോ? CPM-ന്റെ ഏക മുഖ്യമന്ത്രിയാ. ബംഗാളിലേക്ക് പോയോ? രാജസ്ഥാനിൽ ഒരു തരി കോൺഗ്രസ് സീറ്റ് എന്തിന് ഒരു പ്രചാരണത്തിന് പോയോ? നിങ്ങളെ DYFന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് റഹീം രാജ്യസഭ MP-യാ. DYFന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലേ? ബംഗാളിൽ പോയോ? ത്രിപുരയിൽ പോയോ? രാജസ്ഥാനിൽ പോയോ? എവിടെയെങ്കിലും പോയോ? നിങ്ങൾ എവിടെ പോയത്? നിങ്ങൾക്ക് ഈ കേരളത്തിൽ കുറച്ച് ഒരു 25% വോട്ട് BJP-യിലേക്ക് പോകണം എങ്കിൽ ഇനി ഇവിടെ ഭരിക്കണം. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഭരിക്കണം. അതിനുവേണ്ടി ഏത് അഡ്ജസ്റ്റ്മെൻറ്റിനും നിങ്ങൾ തയ്യാറാകും. ആ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് കേരളം കണ്ടത്. മുസ്ലിങ്ങളെ പിറകിൽ ഒരുപാട് പീഡനം, അതോ ആത്മാർത്ഥപരമാണോ? അല്ല. മുസ്ലിങ്ങൾക്ക് ഈ സർക്കാരിനുണ്ടായത്ര ലോസ് ചരിത്രത്തിൽ ഒരു സർക്കാരിൽ നിന്നുണ്ടായിട്ടില്ല. മുസ്ലിം സംവരണം അതിൽ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. ഭിന്നശേഷിക്കാർക്കുണ്ടോ മുസ്ലിം സംവരണത്തിന് എടുത്തു കൊടുക്കുകയാണ്. മുന്നോക്ക സമുദായങ്ങൾക്കുണ്ടോ ഇവിടുന്ന് എടുത്തു കൊടുക്കുകയാണ്. മുസ്ലിം സംവരണം താഴ്ത്തി കൊണ്ടുവരുന്നു. സച്ചാർ കമ്മീഷനെ കൊന്നു. ഇന്ത്യയിൽ സച്ചാർ കമ്മീഷന്റെ ആനുകൂല്യം ലഭിക്കാത്ത ഏക സ്റ്റേറ്റ് ആക്കി കേരളത്തെ മാറ്റിയതാരാണ്? ഈ പിണറായി വിജയൻ. അത് മനസ്സിലാക്കണം. എന്നിട്ട് എന്താ ഈ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ ഇഫ്താർ നടത്തിയ ചരിത്രമുണ്ടോ? EMS നടത്തിയോ? നായനാർ നടത്തിയോ? അച്യുതാനന്ദൻ നടത്തിയോ? ഇയാൾ നടത്തുകയാണ്. എന്താ കാരണം? ക്രിസ്ത്യൻ പുരാതികൾ അതിൻ്റെ ചടങ്ങ് നടത്തുന്നു. അതേമാതിരി ഓരോ സ്ഥലത്തെത്തുമ്പം അതിനനുസരിച്ച് മാറുന്നു. എന്നിട്ട് ഫലം എന്തുണ്ടായി? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം എന്താണ് ഓരോ മത നേതാക്കളെടുത്ത് പോയി നന്ദി പറയാൻ പോകുന്നത്? നിങ്ങൾക്ക് ആരാ വോട്ടാ കിട്ടിയേ? മുസ്ലിങ്ങളെ വോട്ട് കിട്ടിയില്ലാന്ന് മാത്രമല്ല, നേരത്തെ നിങ്ങൾക്ക് വോട്ട് ചെയ്തിരുന്ന BJP-യിലേക്ക് പോയി. അവിടെ സംഭവിച്ചത്. ആദ്യം പാഠം പഠിക്കും നിങ്ങൾ.